ഇതാണ്ടാ ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതാണ് ഞങ്ങൾ ആദ്യം ഇവിടെ വന്നത്. നമുക്ക് ആ ദൂരെ നിന്ന് ആ ശിവന്റെ പ്രതിമ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മൾ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കർണാടകയിലാണ്. കർണാടകയില് കുന്താപുരം എത്തണ്ടല്ലോ ചേട്ടാ. കുന്താപുരം 7 കിലോമീറ്റർ മുമ്പായിട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് ട്രെയിനിൽ ഉടുപ്പി വരെ വന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇന്ന് നമ്മൾ മുരുടേശ്വർ വരെ പോവാണ് കേട്ടോ. മുരുടേശ്വരം പിന്നെ വേറെ സ്ഥലം പറഞ്ഞായിരുന്നല്ലോ, നമ്മളെ ഗോകർണയിലും കൂടെ പോകാനാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ വന്ന് നമ്മളെ ജോബി ചേട്ടൻ അറിയില്ല, നമ്മളെ പണ്ടത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ, ജോബി ചേട്ടന്റെ വീട്ടിൽ ഞങ്ങൾ വന്നല്ലേ. ഇത് വൈഫാണ്, പേരെന്ന് പറഞ്ഞെടുത്തോ, ജോബി ചേട്ടൻ. അപ്പൊ ചേട്ടൻ ഞങ്ങളെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ ഇനി നമ്മൾ ചേട്ടന്റെ വണ്ടി തന്നെ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് ഒരു എല്ലാം കൂടെ ഒരു 150 കിലോമീറ്റർ ആണ് മൊത്തം അല്ലേ, മൊത്തം ഒരു 150 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. നമ്മളെ ബൈക്കൊന്നുമല്ല, ഇവിടെ ചേട്ടന്റെ ബൈക്ക് ഉണ്ട്, ഈ ബൈക്കിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്, ഡോമിനോറില്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ചിലർ ചോദിക്കും ഇവിടെ എങ്ങനെ സെറ്റിലായി. വന്നതാണ്. വീട്ടില് മലയാളമാണ് സംസാരിക്കുന്നത് അല്ലേ. കർണാടക അറിയാം, മലയാളം അറിയാം. അതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഞങ്ങൾ പോയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ തിരിച്ച്. ഞങ്ങൾ മൂകാംബിക നാളത്തേക്ക് മാറ്റി. ഇന്ന് പോകാനായിരുന്നു നിന്നത്, ഞങ്ങൾ മൂകാംബിക നാളത്തേക്ക് മാറ്റി. ഇന്ന് ഞങ്ങൾ പോയിട്ട് ഇവിടെ വന്നു, ഒരു ദിവസം കൂടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാന്ന് വെച്ചിരിക്കാം. എന്നാൽ ഞങ്ങൾ പോയിട്ടല്ല, ഞങ്ങൾ പോയിട്ട് വൈകുന്നേരം വരാം. അപ്പൊ ആദ്യം എല്ലാം റെഡിയാണ്. അപ്പൊ നമ്മള് ബൈക്ക് റൈഡാണ്. നീ ബാഗ് എടുത്തോ. ഇത് നമ്മളെ ചേട്ടൻ ഈ വണ്ടിയും കൊണ്ട് ലഡാക്ക് വരെ പോയിട്ടുള്ള വണ്ടി കേട്ടോ. പണ്ട് ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം. അന്ന് പക്ഷേ ബുള്ളറ്റിലായിരുന്നു വന്നത്. ഇപ്പം ഇതിനകത്ത് എവിടെ ലഡാക്ക് പോയി, സ്പിറ്റി വാലി. ഭയങ്കര റൈഡറാണ് കേട്ടോ. പിന്നെ എവിടെയൊക്കെ കുറെ പോയില്ലേ, സിക്കിം പോയി. അതെല്ലാം പോകുന്നതൊക്കെ ദൂരമാണ്. ഡൊമിനോർ ബുള്ളറ്റ് കൊടുത്തിട്ട് ഡൊമിനോർ എടുത്തല്ലേ. ലോങ് റൈഡിന്റെ ബുള്ളറ്റ് ഒരു രീതിയിലും നല്ലതല്ല. വൈബ്രേഷൻ അല്ലേ, വൈബ്രേഷൻ അടിച്ച് കൈയൊക്കെ വീർത്ത് പോയത്. ഞാൻ സിക്കിം റൈഡ് പോയി വന്നപ്പോഴേക്ക് കൈയൊക്കെ വീർത്ത് ഒരു മാസത്തിന് ഫുള്ള് വേദനയായിരുന്നു. ശരി. ഡോമിനാറിന് അതിനേക്കാളും കൂടുന്നു, 45 ദിവസം പോയിട്ട് വന്നു, ഒരു കുഴപ്പമില്ല. അപ്പൊ ഡോമിനോർ ഞാൻ ഇതുവരെ ലോങ് ഒന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ യാത്ര പോകുന്നതിന് ചേച്ചി കുഴപ്പമൊന്നുമില്ലേ? ചേച്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന് ലേശം പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ള പ്രശ്നമുള്ളൂ, അല്ലാതെ യാത്രയ്ക്കൊന്നും കുഴപ്പമില്ല. പൊട്ടന് ലേശം പ്രശ്നമുള്ളതുകൊണ്ട് യാത്ര ഇപ്പം സ്റ്റോപ്പ് ചെയ്തേക്കും. കാറയില് അടുത്ത 23-ന് ഒരു വയനാട് പോകാനുണ്ട്. എന്നാ പോ. അപ്പം നമുക്ക് വിടാം. ഇതാണ് നാഷണൽ ഹൈവേ. ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ. 93 കിലോമീറ്റർ കാണും മുരുടേശ്വർ. ഫുൾ ഹൈവേ ആണ്. നമ്മളൊരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്ഥലം എത്തി കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഇതാണ് നമ്മൾ വന്ന ഹൈവേ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വരാൻ വലിയ പാടൊന്നുമില്ല. ഹൈവേ തന്നെ നമുക്ക് ശ്രീ മുരുടേശ്വർ ടെമ്പിൾ എന്ന് പറഞ്ഞ് വലിയൊരു ആർച്ചൊക്കെ കാണാം. നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ മുരുടേശ്വരം വന്നിട്ടുണ്ട്. പിന്നെ തരാം നമ്മളെ ഈ വണ്ടി ഭയങ്കര സുഖം കേട്ടോ. നല്ല ഹൈവേയിലല്ലേ, ഭയങ്കര നല്ല പവർഫുൾ ആണ്. പെട്ടെന്ന് എത്തി. നല്ല ഹൈവേ റോഡുമാണ്. വണ്ടി നല്ല അടിപൊളിയായിട്ട് സ്റ്റേബിളായിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല പവറും ഉണ്ട്. അതുകൊണ്ട് ദൂരമായിട്ടേ തോന്നിയില്ല. ഞങ്ങൾ പെട്ടെന്ന് ഓടി വന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഉത്തര കർണാടകയിൽ എത്തി കേട്ടോ. ഉത്തര കർണാടകയിലാണ് മുരുടേശ്വർ ക്ഷേത്രം ഉള്ളത്. ഞങ്ങൾക്ക് നല്ലപോലെ കാണിച്ചു തരാം. ഇവിടുത്തെ ക്ഷേത്രം കാണിച്ചു തരാം, പിന്നെ ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരാം, പിന്നെ ഇവിടുത്തെ എങ്ങനെ എത്തിച്ചേരാം കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് നല്ല അടിപൊളി ബീച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീച്ചൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ആദ്യം വന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ. ഇതാണ് നമ്മുടെ ബീച്ച്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇവിടുത്തെ ആ ശിവന്റെ ആ പ്രതിമ തന്നെ ഭയങ്കര ലുക്കല്ലേ, ഭംഗിയാ. അതെ,
ഇതാണ്ടോ ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതാണ് ഞങ്ങൾ ആദ്യം ഇവിടെ വന്നത്. നമുക്ക് ആ ദൂരെ നിന്ന് ആ ശിവന്റെ പ്രതിമ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെ തന്നെ 2ാം സ്ഥാനമാണ് ഈ ഒരു പ്രതിമ. കണ്ടോ എന്ത് ഭംഗി, ഇത് കടലിനോട് ചേർന്ന് നമുക്കിങ്ങനെ കിടക്കുന്ന കാണാം അല്ലേ, അടിപൊളിയാണ്. ആ വലിപ്പത്തിൽ 2ാം സ്ഥാനത്താണ്. 123 അടി ഉയരമുള്ള ലോകത്തിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ശിവപ്രതിമയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, മുരുടേശ്വറിൽ. ഇവിടെ മിക്ക ആൾക്കാരും വരുന്നത് ഈ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലോട്ട് പോവാം, അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതാണ് ബീച്ച്. ഇപ്പോൾ അടിപൊളി ബീച്ചാണ്. നമുക്കിവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ, റൈഡിങ്ങും കാര്യങ്ങളും പിന്നെ ഒട്ടകവും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ബീച്ച് സൈഡിലെ ഒട്ടകം. പിന്നെ പറയുന്നുണ്ടോ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര തിരയിലൊക്കെ കേട്ടോ, യാതൊരു കൺട്രോളും ഇല്ലാതാണ് ബോട്ട് പോകുന്നത് കേട്ടോ. ഈ ബോട്ട് കണ്ടോ തിരയിലൊക്കെ ഇങ്ങനെ ആടി ഒലിഞ്ഞൊക്കെയാണ് വരുന്നത്. അതൊക്കെ എങ്ങനെയാണെന്നോ കയറുന്നത്. പിന്നെ ഇതുണ്ട് കുറെ റൈഡിങ് ആക്ടിവിറ്റീസ്. ഇവരെന്തല്ലേ ഭയങ്കര ഡേഞ്ചറാണ്. എല്ലാവരും കടയിലൊക്കെ ഇറങ്ങി ആറുമാതിക്കുവാണ് ഇവിടെ. എനിക്കിവിടെ അമ്പലത്തിൽ വന്നല്ല എല്ലാവരും വരുന്നത്, എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുവാണ് കേട്ടോ. ഇതെന്തൊരു ബോട്ട് വന്നത് ഇങ്ങനെ ഇവിടെ കരയിലടിക്കുന്ന അതാ ഇങ്ങോട്ട് കരക്കോട്ട് വരുവാ കേട്ടോ. അത് ഒരു നിയന്ത്രണവും ഇല്ലാതെ ആൾക്കാരൊക്കെ കുത്തി കയറ്റിയിരിക്കും കേട്ടോ. ആണോ അവർക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. അതാ ഇങ്ങോട്ട് വരുന്നു അടുപ്പിക്കുന്ന നമുക്കൊന്ന് കാണാലോ. അതിനകത്ത് കയറാം, നമുക്ക് ഇതിനകത്ത് കയറിയാലോ. ഈ സംഭവം ഈ ബോട്ട് ഇവർ എന്ത് വിശ്വാസത്തിൽ വിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്ടോ ഇവിടെ നങ്കൂരം ഇട്ടിട്ടുണ്ടോ, അതിനൊരു പോസ്റ്റ് നങ്കൂരം ഇട്ടിട്ടുണ്ട്. ഇവിടെ മണ്ണിൽ ഇത് മറിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും, എന്തായാലും ഇവിടെ നങ്കൂരം ഇട്ടിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് തോന്നുന്നത് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട്, ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അഥവാ ഇൻ കേസ് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇതാണ്ടോ അതായത് 500, 700 ഒക്കെ മുതലുണ്ട്. വാട്ടർ ബൈക്ക്, ബോട്ട് റൈഡ്, കയാക്കിങ്, ഡോൾഫിൻ സഫാരി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വന്ന് നമുക്ക് ബുക്ക് ചെയ്താൽ മതി, നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഇവിടെ തന്നെയാണ് എല്ലാ പരിപാടികളും. അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ ബോട്ട് സഫാരി. നല്ല അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. ഏകദേശം ഒരു ഗോവ ടച്ചൊക്കെ ഉണ്ട്. പക്ഷെ അപ്പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ആണ് ആ സൈഡൊക്കെ അല്ലേ. അതെ ഗോവയുടെ അടുത്താണ്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുക, നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങളിതാ ഈ ശിവക്ഷേത്രത്തിലോട്ട് പോവാണ്. ഇതിലെ കൂടെ പോകാൻ പറ്റുമോ നോക്കാം. വാ. ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഒരു സിനിമ ആയിരിക്കും അല്ലേ. രസികൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലാണ് ഈ സ്ഥലം നല്ലപോലെ കാണിക്കുന്നുണ്ട് അല്ലേ. ശിവശങ്കര എന്ന് പറഞ്ഞ പാട്ടിൽ ഈ സ്ഥലം നല്ലപോലെ കാണിക്കുന്നുണ്ട്. ഞാനും അതിനകത്താണ് കാണുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. ഇവിടെ എത്തിച്ചേരണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ്. മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ വരുവാണെങ്കിൽ നമ്മളെ നേത്രാവതി എക്സ്പ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബീച്ച് സൈഡ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ട്രെയിനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 5-6 ട്രെയിനുകളുണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഇതുവഴി പോകുന്നത്. അപ്പോൾ അതുവഴി ട്രെയിനിലൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വരാം. ഞങ്ങൾ ഇന്നലെ വന്ന ട്രെയിനും ഇതുവഴി തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ ഉണ്ടോ അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. നമുക്ക് അതിലേക്കൂടെ കയറി പോവാം. ഇതിലേക്കൂടെ പോകാൻ പറ്റും തോന്നുന്നു. ഓക്കെ ഞങ്ങൾ ഇതിലേക്കൂടെ പോയിട്ട് കണ്ടോ. നല്ല രസമല്ലേ ഇവിടുന്ന് കാണാൻ. നമുക്ക് അങ്ങ് അല്ലേ അടിപൊളിയല്ലേ, ഭയങ്കര ഒരു അട്രാക്ഷൻ. അതെ ഒരു ജീവനുള്ള പോലെ തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത് പോയി കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോകുന്നത് ഒരു അന്യായ വ്യൂ ആണ് കേട്ടോ. കണ്ടോ ഒരു രക്ഷയില്ല. അപ്പോൾ അതെ നമ്മൾ 132 അടി ഉയരമുള്ള ശിവപ്രതിമയുടെ അടുത്തെത്തി. ഇനി ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തെത്താം. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ആദ്യം നമ്മൾ എത്തുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു നന്ദിയുടെ ഒരു വലിയൊരു പ്രതിമ കേട്ടോ. വലിയൊരു പ്രതിമയാണ്.
നമുക്കിതാ ഈ ശിവപ്രതിമയുടെ അകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ. ഇതിനവിടെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് എന്ന് പറയുന്നത് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ 20 രൂപ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി കേട്ടോ. ഇതിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റോറിയാണ്, അല്ലെ ശിവന്റെ സ്റ്റോറിയാണ് ഇവിടെ മൊത്തം കേട്ടോ. ഫുള്ളി എയർ കണ്ടീഷനാണ് അല്ലേ, നല്ല തണുപ്പുണ്ട്. ഭൂ കൈലാസ കേവ് ഇതിനെ പറയുന്നത് ഭൂ കൈലാസ കേവ് എന്നാണ്. ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രമൊക്കെയാണ്. രാവണനല്ലേ, നല്ല ഇരുട്ടുണ്ട് ഇതിനകത്ത്. വിഷ്ണു അങ്ങനെ സ്റ്റോറീസ് ആണ് ഇതിനകത്ത്. 3 പതിറ്റാണ്ട് മുമ്പ് ആറൻ ഷെഡ്ഡി എന്ന് പറഞ്ഞ ഒരു വ്യവസായി വന്നതിന് ശേഷമാണ് ഇപ്പം കാണുന്ന രീതിയിലുള്ള ഈ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഈ ഗോപുരത്തിൻ്റെ ഒക്കെ വികസനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 1977 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗോപുരം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമാണ്. ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 249 അടിയാണ്. അത് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്രയും വലിയൊരു ഗോപുരമാണ് ഇവിടെ ഉള്ളത്. നമുക്കിതാ ഇതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ കേട്ടോ, നമുക്കിവിടെ അറബിക്കടലിൽ കാണാം. ഇവിടെ വലിയ തിരയും കാര്യങ്ങളൊന്നുമില്ല, വളരെ ശാന്തമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഈ സൈഡായിട്ടാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകു വശം എന്ന് പറയുന്നത്. ഭയങ്കര വലിപ്പമാണ് കേട്ടോ, അടുത്ത് വന്നു നിന്നാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് നമ്മുടെ മൂകാംബികയിലേക്ക് എന്ന് പറയുന്നത് ഒരു 63 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ മൂകാംബിക വരുന്നവരെല്ലാം ഇവിടെയും വരാറുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു റൂട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മൂകാംബിക വരുവാണെങ്കിൽ നേരെ ഇവിടെ വരും കേട്ടോ. അടിപൊളി ഒരു കാഴ്ചയാണ്, ഭയങ്കര രസമാണ്. ഇവിടെ കടലും ഈ ഒരു ശിവൻ്റെ പ്രതിമയും ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ചെരുപ്പ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. നമ്മളിനി ചെരുപ്പ് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കണം കേട്ടോ, ഭക്ഷണം കഴിക്കണം. നമ്മൾ താഴെ ഇതാ അമ്പലത്തിൻ്റെ ഗോപുരത്തിലെത്തി. നമ്മൾ ആദ്യം മേളിൽ പോയിട്ടാണ് താഴോട്ട് വന്നത്. കണ്ടോ, വലിയൊരു ഗോപുരമാണ്. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ. ഞങ്ങളെ ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടോ. അടുത്ത സ്ഥലം ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം പോകണം. ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മളെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. ഗോകർണയ്ക്ക് പോകാൻ പോവാണ്. ഗോകർണ ഒരു ബീച്ച് സൈഡ് തന്നെയാണ്. അതൊരു വേറൊരു വൈബാണ് കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമാണ് ഗോകർണ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. സമയം ഇപ്പോൾ 1 മണിയായി. ഞങ്ങളിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ കഴിച്ചു, ഉച്ചത്തൊന്നും കഴിച്ചില്ല. വണ്ടി അവിടെ ഉണ്ട്. വണ്ടി എടുത്തിട്ട് വെളിയിൽ എവിടെയെങ്കിലും പോയി നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. കർണാടകയിലെ നീൽസ് നമുക്ക് കാണിച്ചാൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു റൈഡൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒരു ഹോട്ടലിലെത്തി. ഹോട്ടൽ അതിഥി. അതിലിവിടെ കൈയൊക്കെ കഴുകുന്ന ഒരു ചെറിയ ഹോട്ടലാണ്. അപ്പോൾ നമുക്കിപ്പം കഴിയുടെ ഭക്ഷണം കഴിക്കാം. നല്ല വിശപ്പ് കേട്ടോ. ഉച്ച സമയത്താണ് നമ്മളിവിടെ എത്തി. നല്ല തണുത്ത വെള്ളമല്ലോ അല്ലേ, നല്ല വെള്ളമല്ലേ. ഇല്ല, അതെ. അപ്പോൾ നമുക്ക് ചോറ് വന്നിട്ടുണ്ട്. ചോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആദര പറഞ്ഞല്ലോ. എന്തൊക്കെയുണ്ട്? ചപ്പാത്തി വെച്ചിട്ടുണ്ട്, ചോറ്, ഉറക്കെ പറ. ഇത് സാമ്പാറാണെന്ന് തോന്നുന്നു. ഇതൊരു തോരനായിട്ട്. ഇതെന്താ സംഭവം ഒരു പിടിയില്ല. എന്താ സംഭവം നമുക്ക് അതിപ്പോൾ നോർമലി ചപ്പാത്തിയും ചോറും അച്ചാറും ഉള്ളി സാമ്പാർ തന്നെ. സാമ്പാർ ആൻഡ് തോരൻ. ഇത് വേറൊരു തരം സാമ്പാറാന്ന് തോന്നുന്നു. തൈര്. ഇതൊക്കെയാണ് ഇവിടുത്തെ ചോറെന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു ഫിഷ് ഫ്രൈ മേടിച്ചിട്ടുണ്ട്. നോക്കാമല്ലോ അത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാ നമുക്ക് കഴിക്കാനുള്ള ഫിഷ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എനിക്കിത് കണ്ടിട്ടൊരു വെറൈറ്റി ആയിട്ട് തോന്നി. എന്തെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇപ്പം ഫ്രഷായിട്ട് പൊരിച്ചു തന്നെയാണ്. അപ്പോൾ ഇതാ മീനിൻ്റെ ഉണ്ടോ, ഈ സൈഡൊക്കെ മുളക്, അരച്ച മുളകൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. പച്ചയായിട്ടുണ്ട് കണ്ടോ, വെന്തു പക്ഷെ പച്ചയായിട്ടുണ്ട്, മൊരിഞ്ഞില്ല. അതിങ്ങനെ തന്നെയാണോ എന്തോ. ഇവിടെ ഒരുമാതിരി മൊരിക്കാതെയാണ് തന്നിരിക്കുന്നത്. മീനിൻ്റെ കളർ തന്നെ ഹടാതെ ആകർഷിച്ചല്ലേ. അതെ, ഇതിൻ്റെ ഈ മുളകിൻ്റെ കളർ ഹടാതെ ആകർഷിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. നീ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന്. പരീക്ഷയ്ക്ക് നിന്നെ കൊണ്ട് തന്നെ പരീക്ഷിക്കുക. കഴിച്ചു നോക്ക്.
എന്തായാലും ഒരെണ്ണം മേടിച്ച കാര്യമായി. ഇവിടെ കടൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഫിഷൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പച്ചയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മരിഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തോ ആ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, മീൻ കഴിച്ചു നോക്കാം കേട്ടോ. അടാതെ ആകർഷിച്ച മീനാണ്. കറക്റ്റ് അതിനകത്ത് പറയുന്ന പോലെ തന്നെ ആയല്ലോ അല്ലേ. ഭയങ്കര കളറാണ്, അതുകൊണ്ടോ നല്ല കളറുണ്ട്. കുഴപ്പമില്ല. പക്ഷേ സൈഡിൽ പച്ച മസാല ഉണ്ട് കേട്ടോ. വേവാതെ തോന്നുന്നു തന്ന്. എന്നാലും ഈ മസാല തിന്നുമ്പോൾ ഒരു പച്ച ഫീല്. എണ്ണ മുട്ടിയിട്ടില്ല, ചൂടുകൊണ്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ഈ സൈഡ് കഴിച്ചപ്പോൾ കുഴപ്പമില്ല, എന്നാലും എനിക്ക് അത്ര 100% സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ ഫിഷ്. നമ്മൾ വീണ്ടും പറഞ്ഞു കേട്ടോ, നമ്മൾ മീൻ വെന്തിട്ടില്ലെന്ന് പറഞ്ഞപ്പം അവർ വീണ്ടും പൊരിച്ചു തന്നു. ഇപ്പോൾ ഓക്കെ, ഇപ്പോഴാണ് സെറ്റായത്. ഇപ്പോൾ കുഴപ്പമില്ല അല്ലേ? ഇനി കഴിച്ചോ? ഇനി കുഴപ്പമില്ലല്ലോ. ഞാൻ കഴിച്ചോളാം. ഇപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് കറിയൊക്കെ കൂട്ടി തൈരൊക്കെ കൂട്ടി മീനൊക്കെ ആയിട്ട് കഴിക്കാം. സംഭവം തന്നെയല്ല, ഇവർ ദോശക്കല്ലിൽ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത്, പൊരിക്കുന്നത്. അതുകൊണ്ടാണ് സൈഡ് വേവാത്തത്. ബാക്കി ചോറും കാര്യങ്ങളൊക്കെ നല്ലതുണ്ട്, കറിയും കൊള്ളാം അല്ലേ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുത്തൻ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും അല്ലേ. ഇപ്പൊ അഡ്വഞ്ചർ എന്തെങ്കിലുമൊക്കെ അഡ്വഞ്ചർ അല്ലേ വരുമല്ലോ. പോകുമ്പോൾ ഓരോന്ന് കിട്ടും അല്ലേ. ഞങ്ങൾ കർണാടകയിൽ ഇപ്പോൾ ബൈക്ക് റൈഡാണ് ചെയ്തിട്ടിരിക്കുന്നത്. ട്രെയിൻ ഡ്രൈവർ വന്നിട്ട് ഇപ്പോൾ ബൈക്ക് റൈഡ് ചെയ്യുവാണ്. നേരെ ഞങ്ങൾ ഗോകർണ പോകുന്നുണ്ട്. ഒരു സ്പിരിച്വൽ പ്ലേസ് ആണല്ലേ, ഒരു സ്പിരിച്വൽ ബീച്ചുള്ള സ്ഥലമാണ് ഗോകർണ. നമുക്ക് അവിടെ പോയി നോക്കാം. ഇന്ന് അതിൻ്റെയൊക്കെ വീഡിയോ നാളെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.